കോൺഗ്രസ് ഭരണത്തിന് കീഴിലായിരുന്നു രാജ്യമാകെ. അവിടെയുള്ള പോലീസ് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെയും പോലീസ് പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലീസ് അട്രോസിറ്റി, അതായത് കേരള പോലീസ് സാധാരണക്കാരെ പിടിച്ചിടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെതിരെ ഒരു അടിയന്തര പ്രമേയം സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അവിടെ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയുടെ തുടക്കത്തിലുള്ള വാചകങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഞാൻ കൂടുതൽ അത് പ്ലേ ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് പ്ലേ ചെയ്യാതിരിക്കാൻ കാരണം. ഒന്ന്, ആ പേപ്പറിലുള്ള സാധനം ഒന്ന് പെറുക്കി വായിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് കാണുന്ന നമുക്കൊക്കെ ബോറടിക്കും. കാരണം നമ്മൾ ഈ ഏറ്റവും സ്പീഡിൽ പോകുന്ന കുറച്ച് മാത്രമുള്ള വീഡിയോകൾ മാത്രം കണ്ടു ശീലിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇപ്പൊ വന്നല്ലോ. മുഖ്യമന്ത്രി അത്ര എത്തിയിട്ടില്ല, അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത് തന്നെ പ്ലേബാക്ക് സ്പീഡ് 2-ൽ ഇട്ടിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ ബോറടിക്കും. അതാണ് ഒരു കാര്യം. രണ്ടാമത്, ഇദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളെ പറ്റി കേട്ടാൽ നമ്മൾ ചിരിച്ചിരിച്ച് പിന്നെ കരയും അവസാനം. അപ്പൊ ആ വിശദീകരണങ്ങളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വരും. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി എപ്പോഴത്തെയും പോലെ തന്നെ സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സംഭാവനകൾ കൊണ്ടാണ്. ഈ പിണറായി വിജയന്റെ ഒക്കെ സപ്പോർട്ടേഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂട്ടമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇനി പറയരുത്, തുടരരുത് എന്നതുകൊണ്ട് നമ്മുടെ വീഡിയോന് റിപ്പോർട്ട് അടിച്ചടിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ പൈസ കിട്ടുന്ന ഒരു സംഭവമില്ലേ, ഡോളറിന്റെ, അത് കിട്ടാത്ത അവസ്ഥയാണ്. ഏകദേശം മാസങ്ങളായിട്ട് ഇതാണ് അവസ്ഥ. ഫേസ്ബുക്കിലാണെങ്കിൽ ഏകദേശം 2 വർഷമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങളോട് നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ കുറച്ച് നാളും കൂടി ഈ ഒരു സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നത് വരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതിന് പറ്റാത്തവര് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. റീച്ച് പഴയ പോലെ വന്നാലും എന്റെ മോണിറ്റൈസേഷൻ ഇഷ്യൂ ശരിയായി കിട്ടും. അപ്പൊ അതുവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമുക്ക് ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ തുടക്കത്തിലുള്ള ആ വാക്കൊന്ന് കേട്ടു നോക്കാം. സർ, പോലീസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ബ്രിട്ടീഷ് കോളനി വാഴ്ചക്കാലത്തെ പോലീസിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് ഇവിടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചിരിക്കും, ആദ്യം ചിരിക്കും എന്ന് പറഞ്ഞില്ലേ. 2025 ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന വ്യക്തിയോട് താങ്കളുടെ കീഴിലുള്ള പോലീസ് സേന പ്രാകൃതമായി ഇടപെടുന്നു. പരാതി പറയാൻ വരുന്നവരെ മുതൽ ചുമ്മാ എന്താ സാറേ കാര്യം എന്ന് ചോദിക്കുന്നവരെ വരെ എടുത്തിട്ട് അടിക്കുവാണ്. അതും കൈവയ്ക്കാൻ യാതൊരു രീതിയിലുള്ള അവകാശങ്ങളും ഇല്ലാത്ത ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ നിന്നുകൊണ്ട്. ഇതിനൊരു ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന മറുപടിയാണ് ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലത്ത്. ഒരു CPM കാരനിൽ നിന്ന് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചാൽ നിങ്ങളൊരു മണ്ടനാന്നേ ഞാൻ പറയുള്ളൂ. ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെ ബ്രിട്ടീഷ് കോളനി, ശരിക്കും പറഞ്ഞാൽ എനിക്കിതിൽ ഒരു സന്തോഷമുണ്ട്. കാരണം പിണറായി വിജയന്റെയും ഇവരുടെ പാർട്ടിയുടെ ഒരു ശൈലി വെച്ചിട്ട് ഹോമോസാപ്പിയൻസ്, സ്റ്റോണേജ് എന്നൊക്കെ പറയില്ലേ നമ്മള്, അതായത് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന ആ ഒരു കാലഘട്ടം, അവിടെ മുതലായിരുന്നു കറക്റ്റായിട്ട് സംസാരിക്കേണ്ടത്. അന്ന് നമ്മളിങ്ങനെ കല്ലടച്ച് തീ കണ്ടുപിടിക്കുന്ന സമയത്തെ പോലീസ്, ആ പോലീസിനെ കാട്ടി ഒരുപാട് മാറ്റം ഉണ്ടെന്ന് ഇപ്പൊ കേരള പോലീസിന്. അപ്പൊ നമ്മൾ സംസാരിക്കണ്ടേ? അങ്ങനെ ബ്രിട്ടീഷ് കോളനിവൽക്കരണം മുതല്, സ്വാതന്ത്ര്യ സമരം മുതല്, അടിയന്തരാവസ്ഥ മുതല്, CM നേരങ്ങി ഒരു 30, 35, 40 മിനിറ്റ് കൊണ്ട് 2025 അടി വരെ എത്തി. അതൊന്ന് കണ്ടുവയ്ക്കും. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള സുജിത്ത് കുന്നംകുളം സ്റ്റേഷനിൽ മർദ്ദനത്തിനിരയായി എന്നാരോപിച്ചുകൊണ്ട് തൃശ്ശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് 2023 ഏപ്രിൽ 12 പരാതി നൽകിയിരുന്നു. കണ്ടല്ലോ, ഒന്നാമത്തെ സംഭവം മുതൽ പറഞ്ഞു തുടങ്ങുകയാണ്. കുന്നംകുളം സ്റ്റേഷനിൽ ഇടി കിട്ടിയ സുജിത്ത്, ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. CCTV ഉള്ള ഭാഗത്തും CCTV ഇല്ലാത്ത ഭാഗത്തും ഒക്കെ ചെന്ന് നല്ലിടി ആ ചെക്കനിട്ട് ഇടിച്ചിട്ടുണ്ട്. അതിന് കാരണം ഒരു കോൺഗ്രസിലെ ഒരു നേതാവാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു, മറിച്ച് പൂജാരിയാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അടിച്ച് കർണപടം വരെ പൊട്ടിക്കുന്ന രീതിയിൽ അത്ര അടി കൊണ്ടു. 2 വർഷം ഈ CCTV വിഷ്വൽസിന് വേണ്ടി ആ ചെക്കൻ കയറി ഇറങ്ങി നടന്ന് അത് കയ്യിൽ കിട്ടിയതിന് ശേഷം മാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിട്ടതിന് ശേഷം പോലീസ് അട്രോസിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എത്ര വാർത്തകൾ നിങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടു. നമ്മൾ നോർമലി TV കാണുമ്പോൾ കാണുന്ന മാധ്യമങ്ങളിലൂടെ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഗർഭിണിയായ സ്ത്രീയെ വരെ അടിച്ച പോലീസാണ് ഇവിടെ ഉള്ളത്. ഒരു പട്ടാളക്കാരനെ അടിച്ചു കൊന്നിരിക്കുന്നു. അതിന്റെ അമ്മ കരഞ്ഞോണ്ട് വന്നു പറയും എന്റെ മോനെ കൊന്നതാണെന്ന്. ഇദ്ദേഹം തുടക്കത്തിൽ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. 11 കേസിൽ പ്രതിയായ സുജിത്ത്. ഈ 11 കേസുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? കോവിഡ് സമയത്ത് പുറത്തിറങ്ങി നടന്നത്, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള സമരം ചെയ്തത്, പ്രതികരിച്ചത്. ഇദ്ദേഹത്തിനെ കരിങ്കൊടി കാണിച്ചാലൊക്കെ കേസാണല്ലോ. 4 തവണ ഒരാൾ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അപ്പ കൊടുക്കും കാപ്പ.
ആ രീതിയിലാണ് ഇവര് പോലീസിനെ കൈകാര്യം ചെയ്യുന്നത്, ഇവര് നീതി നിയമവ്യവസ്ഥ കൈകാര്യം ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് 11 കേസുകളിൽ പ്രതിയായ സുജിത്തിനെ കേരള പോലീസിന് അടിക്കാം എന്നല്ലേ. അപ്പോ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇന്ത്യൻ ഭരണഘടന പറയുന്നതനുസരിച്ച് പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല എന്ന നിയമത്തിനോട് എന്ത് വിലയാണ് ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിക്കുള്ളത്? അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടെ ആയതുകൊണ്ട് ഒരു മിനിമം ഡിഗ്നിറ്റി പ്രതീക്ഷിക്കാൻ പാടില്ലെന്നാണോ? ഭരണഘടന എന്ന് പറയുന്ന ഒരു സംഗതിക്ക് കീഴിൽ നിങ്ങളുടെ പാർട്ടി പെടില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവും പാർട്ടിയുടെ കീഴിൽ വരുന്ന പോലീസുകാരും പെടില്ല എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ട് നോക്കണം. സഭാ ടി വി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞില്ല, എനിക്ക് നേരമില്ല 2 മണിക്കൂർ പെറുക്കിയുള്ള വായന കേട്ടിരിക്കാൻ. എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കുക ഫുള്ളായിട്ട് ഇദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത്. ഇദ്ദേഹം എണ്ണി പറയുന്ന കേസുകളൊന്ന് നോക്കുക. ഇദ്ദേഹം മറ്റൊരു ഭാഗത്ത് പറയുന്നത് കേരള പോലീസിനെ ജനമൈത്രി പോലീസിലേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയനാണെന്ന്. അപ്പോ ഈ പറഞ്ഞില്ലേ, ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന്റെ സമയം മുതൽ പ്രാകൃതരായ പോലീസിനെ ജനമൈത്രിയിലേക്ക് കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിച്ചപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ ശീലിച്ചതല്ലല്ലോ ജനമൈത്രിയിലുള്ളത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന്. 10 വയസ്സുള്ള കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് വിശ്വസിക്കും മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലമൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ജനമൈത്രി പോലീസിന്റെ ഉദയം എവിടെ നിന്നാണെന്ന്. ജനമൈത്രി പോലീസിനെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. അന്ന് പോലീസിന് താങ്കൾ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, നമുക്ക് അന്ന് ജനമൈത്രി രൂപപ്പെട്ടിരുന്ന സമയത്ത് നമ്മുടെ ഓരോ ഏരിയയിലേക്ക് ഒരു CPO വിടുമായിരുന്നു. അപ്പം ആ CPO വന്നിട്ട് അവിടെയുള്ള ഏതെങ്കിലും വീടുകളിലൊക്കെ, എല്ലാ വീടുകളിലും എപ്പോഴും കയറും, സംസാരിക്കും, കാര്യങ്ങൾ ചോദിക്കും, എന്തെങ്കിലും പരാതികളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ഇവിടെ ലഹരിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്റെ വീടിന്റെ അടുത്ത് ഞങ്ങളുടെ ഏരിയയിൽ ഒരു യോഹനാൻ സാർ വരാറുണ്ടായിരുന്നു. ഞാനായിട്ടായിരുന്നു എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ വിളിക്കാം, മെറീന ഇന്ന പോലെ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ അവിടെ ഇന്ന പോലെ ആണോ, അങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് ഭയങ്കര, അതായത് പോലീസിന് നമുക്ക് തോന്നും, നമുക്ക് ഇപ്പോഴും ബഹുമാനം ഉണ്ട് ആ സാറിനെ. രാവും പകലും ഇല്ലാതെ ഡ്യൂട്ടി നോക്കുമ്പോഴും അതായിരുന്നു ജനമൈത്രി പോലീസ്. അതായത് പരാതിയായിട്ട് വരുന്ന ആൾക്കാരെ അടിക്കാൻ പാടില്ല, അവരെടുത്ത് മാന്യമായിട്ട് പെരുമാറണം എന്ന രീതിയിലൊക്കെ നിന്നിരുന്ന കടവന്ത്ര പോലീസ് സ്റ്റേഷൻ ആയിരുന്നു അന്ന്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ അതായിരുന്നു. ഇന്ന് കടവന്ത്ര പോലീസ് സ്റ്റേഷൻ നിങ്ങളൊന്ന് പോയി നോക്കിക്കേ. ഞങ്ങളൊരു പരാതി കൊടുത്തിട്ട് അത് ക്ലോസ് ആയി എന്നാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞിട്ടില്ല എന്താണ് ക്ലോസ് ആക്കാൻ ഇവരെന്താ ചെയ്തതെന്നുള്ളത്. അതാണ് പിണറായി വിജയൻ കൊണ്ടുവന്ന ജനമൈത്രി പോലീസ്. ഈ പറയുന്ന ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും CPO നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ വിളിച്ചാൽ അവർ ഉടനെ വരുമോ? ഏത് രീതിയിലാണ് പിണറായി വിജയൻ ജനമൈത്രി പോലീസിന് ഉണ്ടാക്കിയിരിക്കുന്നത്? ജനമൈത്രി ആയിരുന്ന ഒന്നിനെ പഴയ പ്രാകൃത അവസ്ഥയിലേക്ക് എത്തിച്ചത് താങ്കളാണ്. 144 പേരെ ഡിസ്മിസ് ചെയ്തെന്നും താങ്കൾ ഇപ്പൊ എണ്ണി പറയുന്നത്. അത് തന്നെ ഏകദേശം 6-7 കേസുകളുണ്ട്. താങ്കൾ ഈ എണ്ണി പറയുന്നത് ഉളുപ്പുണ്ടോ താങ്കൾക്ക്? 9 വർഷമായില്ലേ ഭരിക്കാൻ തുടങ്ങിയിട്ട്? 9 വർഷത്തിനിടയ്ക്ക് ഇത്രയധികം ക്രിമിനൽസിനെ, സേനയ്ക്കുള്ളിലുള്ള ക്രിമിനൽസിനെ ആഭ്യന്തരമന്ത്രിയായ താങ്കൾക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താങ്കൾ എവിടത്തെ മന്ത്രിയാണ്? ഇത്രയും ക്രിമിനൽസ്, ഞാൻ പേഴ്സണലി പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്, പോലീസുകാരോട് സംസാരിക്കുമ്പോൾ അറിയുന്ന ചില കാര്യങ്ങൾ. പിണറായി വിജയൻ സത്യം പറഞ്ഞാൽ പോലീസ് സേനയിൽ എന്താ നടക്കുന്നതെന്ന് എത്തി പോലും നോക്കാത്ത ഒരു ആഭ്യന്തരമന്ത്രിയാണ്. അവിടെ പ്രോപ്പർ ആയിട്ട് റിക്രൂട്ട്മെന്റ് നടക്കാറില്ല. ആളുകളുടെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഡോക്ടറിനും വേണം, ജഡ്ജിക്കും വേണം, ടീച്ചറിനും വേണം, പോലീസിനും വേണം. ആരും പോലീസിന്റെ മനുഷ്യാവകാശത്തെ പറ്റി ചിന്തിക്കാനില്ല. ഒരു മനുഷ്യൻ ഉറക്കമില്ലാതെ എത്ര നേരം വർക്ക് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യന്റെ ബോഡി എന്ന് പറയുന്നത് ഈ എന്താ പറയാ, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയല്ല. നമുക്ക് റെസ്റ്റ് വേണം, അല്ലെ? കൂടിപ്പോയാൽ ഇവിടുത്തെ ലേബർ നിയമം അനുസരിച്ച് 9 മണിക്കൂർ, 1 മണിക്കൂർ ബ്രേക്കും കൂടെ ചേർന്നാണ് ഒരാൾ വർക്ക് ചെയ്യേണ്ടത്. പോട്ടെ, കേരളത്തിലെ അല്ലെങ്കിൽ പോലീസ് സേനയ്ക്ക് ഇത് ബാധകമല്ല, അവരുടെ ഒരു അർജന്റ് വർക്ക് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു വർക്ക് ടൈം പാറ്റേൺ ബാധകമല്ല. എന്നാൽ പോലും മാക്സിമം ഒരു മനുഷ്യൻ ഉറക്കില്ലാതെ എത്ര നാൾ വർക്ക് ചെയ്യും, എത്ര മണിക്കൂർ വർക്ക് ചെയ്യും? 72 അതിൽ കൂടുതലും വർക്ക് ചെയ്യുന്ന ഓഫീസേഴ്സ് കേരള പോലീസിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതിൽ കുടുംബത്തിൽ നിന്നും അകന്ന് വേറെ സ്ഥലങ്ങളിൽ പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ള വ്യക്തികൾ, 6-7 മാസമായിട്ട് വീടോ ഭാര്യയോ കുഞ്ഞിനെയോ ഒന്നും കാണാൻ പറ്റാത്ത വ്യക്തികൾ കേരള പോലീസിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലീവില്ല. അതുപോലെ തന്നെ ശമ്പളത്തിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവര് അനുഭവിക്കുന്ന മറ്റു പ്രശ്നങ്ങൾ, പെട്രോൾ അടിക്കാൻ പോലും ഇവർക്ക് പോലീസിന്റെ വണ്ടി കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം പെട്രോൾ പമ്പുകളിലൊക്കെ കടവാ, കേരള സർക്കാർ പൈസ കൊടുത്തിട്ടില്ല. പോലീസുകാർ നേരത്തെ ചെല്ലുമ്പോഴത്തേക്ക് അവർ ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കും, ഇപ്പൊ തരില്ല എന്ന് പറയാ പോലീസിന് മുമ്പ് വെച്ച്. പോലീസിന്റെ അഭിമാനം ഇതെല്ലാം പോട്ടെ, ഹൈറാർക്കി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു CPOനോ അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനോ ഒക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് അങ്ങ് എത്തുമ്പോ CPO റിട്ടയർഡ് ആവുന്ന സമയവും. എന്നാൽ ഈ ഹൈറാർക്കിയുടെ ബേസിൽ തന്നെ പരാതി പറയാൻ വരുന്ന വ്യക്തികളുടെയും ജയിലിൽ കിടക്കുന്ന പ്രതികളുടെ അടക്കം മുൻപിൽ വെച്ച്, സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് എത്ര വൃത്തികെട്ട രീതിയിലാണ് മേലുദ്യോഗസ്ഥരെ പെരുമാറുന്നതെന്ന് അറിയാമോ? ഇവിടുത്തെ സ്റ്റാഫുകളോട് അല്ലെങ്കിൽ പോലീസുകാരോട് പറയുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ പോയി തൂങ്ങിച്ചാവാൻ തോന്നുന്നതാണ് ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞു. ഇവിടെ എത്ര പോലീസ് ആത്മഹത്യകൾ നടന്നു? എന്തുകൊണ്ട്? പോലീസുകാരുടെ മാനസിക ആരോഗ്യം ഇത്രയധികം ബാധിക്കപ്പെട്ട ഒരു സമയം കേരളത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാ പോലീസുകാരെല്ലാം ചത്തുകളയുന്നേ? ജോലി കിട്ടിയവര് VRS എഴുതി പോവാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഈ കണ്ടവരെയൊക്കെ പിടിച്ചിട്ട് ഓരോരുത്തരെ അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർക്കൊരു ലീവ് കിട്ടാനാ. സസ്പെൻഷൻ കിട്ടിയിട്ടെങ്കിലും വീട്ടിൽ പോയി ഭാര്യയും മക്കളെയും കാണാമല്ലോ, അല്ലെങ്കിൽ അതും കഴിഞ്ഞു പോകും. കാരണം ഇപ്പൊ അറിയാമല്ലോ, നമ്മൾ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒന്നും അല്ല. 6-7 വർഷമൊക്കെ മാറി നിന്ന് ഭാര്യ കുടുംബം എന്നൊക്കെ പറ്റത്തൊന്നുമില്ല, ആർക്കും പറ്റില്ല.
ഭർത്താവിന്റെ ഉത്തരവാദിത്തം ചെയ്യാമെങ്കിൽ അച്ഛന്റെ ഉത്തരവാദിത്തം ചെയ്യാമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി എന്നാ ഇന്ന് സ്ത്രീകൾ പറയുന്നത്. അപ്പോ ഒരു പോലീസുകാരന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവന് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുമില്ല. മസർ ക്ലോസ് ചെയ്യണം, വരുന്ന ഓരോ എൻക്വയറിയും ക്ലോസ് ചെയ്യണം എന്നൊരു നിയമം മാത്രമേ അവർക്കുള്ളൂ. അത് അവർ എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കും. വേറെ ഒരു സംഗതി അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവർ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. നിങ്ങൾ ഡിസ്റ്റർബ് ആവില്ലേ? നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ, നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും അല്ലെങ്കിൽ പരാതി പറയാൻ വരുന്നവരുടെയും ജയിലിൽ കിടക്കുന്നവരെയൊക്കെ മുന്നിൽ വെച്ച് പച്ചത്തെറി വിളിച്ചാൽ നിങ്ങൾ ഇൻസൾട്ടഡ് ആവില്ലേ? നിങ്ങൾക്ക് പിന്നെ മനസ്സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റുമോ? ഈ ദേഷ്യം ആരോടും കൊണ്ട് കാണിക്കും? അപ്പൊ ഒന്ന് ചിലപ്പോൾ സമയം ചോദിക്കാൻ വരുന്നവനോടായിരിക്കും, അവനിട്ട് രണ്ടടി അടിക്കും, അങ്ങനെയെങ്കിലും വീട്ടിൽ പോയിരിക്കാവില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. ജനമൈത്രി എന്നും പറഞ്ഞൊന്നും നിങ്ങൾ വരല്ലേ. നിങ്ങൾ പോലീസിലുള്ള ഹൈറാർക്കി ബേസ് ചെയ്ത് കുറച്ച് ഗുണ്ടകളെ നിങ്ങൾ പാർട്ടിക്കാർ തന്നെ, ഈ പറയുന്ന മന്ത്രിമാർ തന്നെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തകളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ഒക്കെ ഇരകളായിക്കൊണ്ടിരിക്കുന്നത് താഴെക്കടയിലുള്ള പോലീസുകാരാണ്. ഇനിയും ഇവിടെ പോലീസ് ആത്മഹത്യകൾ ഉണ്ടാവും, ഇനിയും ലോക്കപ്പ് മർദ്ദനങ്ങൾ ഉണ്ടാവും, ഇനിയും സ്റ്റേഷൻ പീഡനങ്ങൾ ഉണ്ടാവും. ഈ സർക്കാർ ഇറങ്ങി കഴിവുള്ള ഒരു ആഭ്യന്തരമന്ത്രി അതിന്റെ തലപ്പത്ത് വന്നില്ലെങ്കിൽ, ഇപ്പൊ നോക്കുക, അടിയന്തര പ്രമേയത്തിൽ പോലും ബ്രിട്ടീഷ് കോളനിവൽക്കരണവും സ്വാതന്ത്ര്യ സമരവും റഷ്യയും സ്റ്റാലിനും ഒക്കെ പറയുന്ന ഈ വ്യക്തി എന്നെത്തും 2025-ലേക്ക്? ഇവർക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ നിയമസഭയില് കോൺഗ്രസിനെ മിണ്ടാതാക്കുക, പ്രതിപക്ഷത്തിനെ തറവറ്റിച്ചിരുത്തുക. ഇത് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുക. നിങ്ങളാണ് ഇടികൊള്ളുന്നത്, നിങ്ങളാണ് ഇതിന്റെ എല്ലാ നീതിയും അനുഭവിക്കുന്നത്. നിങ്ങൾക്കാണ് പോലീസിന്റെ സേവനം പോലും കറക്റ്റ് ആയിട്ട് കിട്ടാത്തത്. ഇങ്ങനെ ഒരു മനുഷ്യൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത് കൊണ്ട് ഞാൻ സത്യസന്ധമായി ചോദിക്കട്ടെ, 2026 വരുന്ന തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തരമന്ത്രിയായി ഈ വ്യക്തി തന്നെ വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, ഏത് സമയത്താണ് കാണുന്നത്, അതും കൂടി ഒന്ന് കമന്റ് ചെയ്യാമോ? നമ്മുടെ പഴയ റീച്ച് ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ മാക്സിമം അതും കൂടി എല്ലാവരും ചെയ്യുക. തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.